ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ ആൻഡ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്. ഇന്നത്തെ വിഷയം മുട്ടയുടെ ഉപഭോഗവും ഹൃദയ സംബന്ധമായ രോഗങ്ങളും എന്നതിനെക്കുറിച്ചാണ്. കോഴിയുടെ മുട്ടയുടെ ഉപയോഗം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമോ? ധാരാളം പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. സമ്മിശ്രമായ ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ചില പഠനങ്ങളിൽ മുട്ടയുടെ ഉപയോഗം 2-3 മുട്ട ദിവസം ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ചിലതിൽ ദിവസവും മുട്ട ഉപയോഗിക്കുന്നത് പ്രതിരോധ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും കാണുന്നു. ഇപ്പോൾ സമ്മിശ്ര റിസൾട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ പഠനങ്ങളനുസരിച്ച് ശരിയായ മാർഗം? മുട്ട ഒരു സമീകൃത ആഹാരമാണ്. എന്നാൽ ഇതിലെ പ്രത്യേകത ഇതിൻ്റെ മഞ്ഞക്കരുവിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സാധാരണ മുട്ടയിൽ ഏതാണ്ട് 200 മില്ലിഗ്രാം, മുട്ടയുടെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും, കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇത് രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമോ എന്ന ഒരു ഭീതി ആൾക്കാരിൽ ഉണ്ടാക്കാനുള്ള കാരണം. എന്നാൽ പല പൂരിത കൊഴുപ്പുകൾ, എണ്ണകൾ ഉപയോഗിക്കുന്നു, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറവാണ് മുട്ടയിലുള്ള കൊളസ്ട്രോളിൻ്റെ ഉപയോഗം കൊണ്ട് രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ പുറമേ നിന്ന് ആഹാരത്തിലൂടെ കഴിക്കുന്ന കൊളസ്ട്രോളിനേക്കാൾ കൂടുതൽ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളാണ് രക്തത്തിൽ അത് നമുക്ക് ഹാനികരമായി തീരുകയും ചെയ്യുന്നത്. പല പഠനങ്ങളും അനുസരിച്ച്, റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു ദിവസം കഴിക്കേണ്ട കൊളസ്ട്രോൾ ഏതാണ്ട് 300 മില്ലിഗ്രാമിൽ താഴെയാണ്. ഒരു സാധാരണ മുട്ടയിൽ ഏതാണ്ട് 185 മില്ലിഗ്രാമിനടുത്ത് കൊളസ്ട്രോൾ ഉണ്ട്. ആയതിനാൽ ദിവസം ഒരു മുട്ട കഴിക്കുന്നത്, അതായത് ആഴ്ചയിൽ 7 മുട്ട എന്നത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. പക്ഷേ കരുതേണ്ടത് മുട്ട മാത്രമല്ല എണ്ണയുടെ ഒരു സോഴ്സ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സോഴ്സ്. മുട്ടയോടൊപ്പം കഴിക്കുന്ന മറ്റു വസ്തുക്കൾ, നമ്മൾ മാംസം, മത്സ്യങ്ങൾ, അല്ലെങ്കിൽ വറുത്ത സാധനങ്ങൾ, ഈ മുട്ട എങ്ങനെ ഉപയോഗിക്കുന്നു? പുഴുങ്ങിയ മുട്ടയുണ്ട്, എണ്ണയിൽ പൊരിച്ച മുട്ടയുണ്ട്. ഇതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സാധാരണ ഒരു സമീകൃത ഭക്ഷണം, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അമിതമായി മറ്റ് വസ്തുക്കൾ, ഹാനികരമായ വസ്തുക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഹാനികരമല്ല, റെക്കമെൻഡേഷനാണ്. ചില പഠനങ്ങളിൽ മുട്ട ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴുള്ള പ്രശ്നം, ഒരു ഹൃദ്രോഗിയായ വ്യക്തിക്ക്, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുള്ള വ്യക്തിക്ക് എത്ര മുട്ട കഴിക്കാം? നമ്മൾ സാമാന്യ ബുദ്ധി അനുസരിച്ച് ചെയ്താൽ മുട്ടയുടെ എണ്ണം കുറയ്ക്കുന്നതാണ് നല്ലത്. 3 അല്ലെങ്കിൽ 4 മുട്ട വരെ എന്നതാണ് പല സൊസൈറ്റികളുടെയും റെക്കമെൻഡേഷൻ. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, മുട്ടയിലെ മഞ്ഞക്കുരുവിലാണ് ഈ കൊളസ്ട്രോൾ ഉള്ളത്. അപ്പം മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ടയുടെ ഉപയോഗം അതിൻ്റെ ഉണ്ണി മാറ്റിയതിന് ശേഷം കഴിക്കുന്നത് ദൂഷ്യം ഉണ്ടാക്കില്ല. പിന്നെ മുട്ട എങ്ങനെ ഉപയോഗിക്കുന്നു, പുഴുങ്ങി ഉപയോഗിക്കുന്നതും പൊരിച്ചുപയോഗിക്കുന്ന വ്യത്യാസമുണ്ട്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മുട്ട മാത്രമല്ല, മുട്ടയോടൊപ്പം കഴിക്കുന്ന മറ്റ് ആഹാര പദാർത്ഥങ്ങളിലെ എണ്ണ, പൂരിത കൊഴുപ്പുകളും കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആരോഗ്യമുള്ളൊരു വ്യക്തിക്ക് മറ്റ് അസുഖങ്ങളില്ല എന്നുണ്ടെങ്കിൽ ദിവസം ഒരു മുട്ട കഴിക്കാം. ഹൃദ്രോഗമോ മറ്റ് സ്ട്രോക്കോ അതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ അത് ഒരു ദിവസം ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 വരെ ആക്കി കുറയ്ക്കുന്നതാണ് നല്ലത്. താങ്ക് യു.